ഹായ് ഫോൺലെസ് ഫാമിലിയുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു കുഞ്ഞു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഉഷയും ട്രിസ്റ്റനും ഷാനേട്ടനും എല്ലാവരും. അടിപൊളിയായിട്ടുള്ള ഒരു ഡെക്കറേഷൻ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനലി ഇതാണ് എൻ്റെ ലുക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ ഉഷക്കുട്ടിയുടെയാണ് മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇവരൊക്കെയാണ് ദിവസം അടിപൊളിയാക്കി തന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു. നല്ല എത്രയൊക്കെ പറഞ്ഞാലും ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലേ. എനിക്ക് ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമാണ് എൻ്റെ ബർത്ത്ഡേ എല്ലാം എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ തന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് എൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് കേട്ടോ. പക്ഷെ ഈ വർഷം എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിനെ എപ്പോഴും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്യാരക്ടറാണ് ആ ഒരു സംഭവത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ ഇനി ഇന്ന് മുതൽ ഞാൻ വെയിറ്റ് ചെയ്യും അടുത്ത വർഷം മാർച്ച് 26 വേണ്ടിയിട്ട്, കുഞ്ഞുള്ളവരുടെ മനസ്സ് പോലെ. സോ ഇതുപോലുള്ള ആൾക്കാരുണ്ടാവട്ടെ, അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യണേ. ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ആൾക്കാർ. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. അടുത്തതായി സമ്മാനദാനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഷാനേട്ടൻ എനിക്ക് തന്ന സംഭവം. ഞാൻ ആ സാധനം തരും, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊന്ന് കരച്ചിലൊക്കെ വന്നിരുന്നു. പക്ഷെ ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് കാണിച്ചില്ല. മോശമല്ലേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിരിക്കുമ്പോൾ കരയാന്ന് വെച്ചാൽ. സോ ഞാനിതിങ്ങനെ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ട് ഞാൻ അതിനെ മാനേജ് ചെയ്തു. ഒരു ഡയമണ്ട് ചെയിൻ ആണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചു തന്നെ ഷാനേട്ടന്. അതിൻ്റെ കൂടെ തന്നെ കാർഡും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ഒരു ദിവസം ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ചെയിൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ചെയിനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് എന്താ പറയാ, നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാർഡ് എന്തെങ്കിലും ചെയ്യുന്നുള്ളത് അറിയാം, എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. പക്ഷെ നമ്മൾ ചെയിൻ എന്നുള്ളത്, ഡയമണ്ട് ചെയിൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചെയിൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഷാനേട്ടാ, ഞാൻ ഷാനോട്ട് പറഞ്ഞു, എന്നാൽ കൂടി ഒരുപാട് എനിക്ക് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഗടികളുടെ ഗിഫ്റ്റാണ് കേട്ടോ. പാവങ്ങളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കുറെ സമയം. അത് മാത്രല്ല ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് താങ്ക്സ്. എപ്പോഴും എനിക്ക് നമ്മുടെ കൂടെ ഇവർ മാത്രമല്ല കേട്ടോ, ഇനി കുറച്ച് പേരോട് ഉണ്ട്. ഞാൻ അങ്ങനെ വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം ഇത്ര പ്രായമല്ലോ. സോ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പേര് ഇതിലുള്ളൂ, നമ്മൾ ഇത്രയും പേര് മാത്രമേ ഇതിലുള്ളൂ. ഇനി എൻ്റെ ഉഷക്കുട്ടി, ഇതിന്റെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി എന്നേക്കാൾ കൂടുതൽ എനിക്ക് ഓൾറെഡി ഇങ്ങനെ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് എന്നെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് ഈ ഒരു സാധനം ഇങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തന്നത് അവളാണ് കേട്ടോ. ഒരുപാട് ഒരു വലിയൊരു താങ്ക്സ് അവൾക്ക് കൊടുക്കണം. എൻ്റെ ഒരു സന്തോഷ ദിനം ഇത്രയും അടിപൊളിയാക്കി തന്നത്. ഇത് ഉഷയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഒരു നൈസ് ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്, അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടമായ സംഭവം. ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ അടുത്ത കലാപരിപാടികൾ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇപ്പുറത്ത് വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കിതൊക്കെ തന്നെയാണല്ലോ, എല്ലാവരും ഒന്ന് കൂടുക, ഫുഡൊക്കെ കഴിക്കുക. ഈ ഒരു മുതലാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന എൻ്റെ ഷാനേട്ടൻ. ഇവരൊക്കെ എൻ്റെ നൻപൻസ് ആണ് കേട്ടോ. എൻ്റെ നല്ല സുഹൃത്തുക്കൾ എന്ന് പറയാം. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും, വന്നതിനും നിന്നതിനും തന്നതിനും എല്ലാത്തിനും അടിപൊളി താങ്ക്സ്. ഇനി നമുക്ക് കുറച്ച് വൈബിങ് ക്ലിപ്പ് കാണാം കേട്ടോ. Happy birthday. Thank you so much. Okay, welcome. I am ready. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. 29. Okay. നാളെ 29 ആയോടാ. റോബിൻ 29 എന്ന് പറയുന്നത്. റോബിൻ 26. Thank you so much.
പിന്നെന്താ കാര്യങ്ങൾ പറ സന്തോഷ ഒരു മൊമെന്റ് നിങ്ങൾ എല്ലാവരും അല്ല ഞാൻ പറ എല്ലാവരും ഒന്ന് സന്തോഷം. ഞാൻ ഇന്ന് മാത്രമല്ല, ഞാൻ ഇന്ന് വിളിക്കുന്നത് എല്ലാവരും, പക്ഷെ ഇന്ന് വന്നതിൽ എല്ലാവർക്കും സന്തോഷം. ആരൊക്കെ വന്നത് പേരെടുത്ത് പറ. എന്റെ സ്നേഹം നിറഞ്ഞ ആശാസികൾ കൂട്ടുകാരാണ്. എന്റെ നെഞ്ചോട് അടുക്കാൻ പറ്റുന്ന ഇപ്പം ആനിയായാലും ക്രിസ്റ്റനായാലും വളരെ പ്രിയപ്പെട്ട ജോണിനായാലും അയ്യോ സൂവായിരുന്നു ഇവരുടെ ജിതിൻ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും പ്രത്യേകിച്ച് ജിതിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ജിതിന്റെ അടുത്ത് വരുന്നുണ്ടോന്ന്. ഏതോ ബർത്ത്ഡേ പാർട്ടിക്ക് ബർത്ത്ഡേ അല്ല എന്തോ പാർട്ടി ഉണ്ടോ എൻ്റെ ബർത്ത്ഡേ കളറാക്കി തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഒരു അടിപൊളി താങ്ക്സ്. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ.